പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നവംബർ 24-ാം തീയതിയാണ്, ഞായറാഴ്ച. ശരിക്കും പറഞ്ഞ നിങ്ങളുടെ ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥന വ്യൂവേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ പള്ളിയിൽ പോയിട്ടാണ്, പക്ഷേ എന്തായാലും ശരി തിരിച്ചു വരുമ്പോൾ നിങ്ങളത് കൂടുകയും ലിങ്ക് പോകാതിരിക്കാൻ നോക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ലെറ്റ് us come to the prayer. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, കൃപാസനത്തിന്റെ ആസ്തിയിലാണ് നിങ്ങൾ നിയോഗം സമർപ്പിക്കുന്നത്. നമുക്ക് 33 കൊല്ലത്തെ അഖണ്ഡ ജപമാലയും ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത് 24 വർഷത്തെ ജപമാല റാലിയും കൃപാസ്ഥാനത്താരെ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകളുണ്ട്. ഈ ആസ്തി ഭദ്രതയിലാണ്, അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃപാസനത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ ഈടുവെപ്പിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആ ഒരു ബോധത്തോടുകൂടി നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നാം വിളിച്ച് അപേക്ഷിക്കാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ അതേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്നതിനോട് നന്ദി പറയുന്നു ഈശോയെ. ഇന്ന് കർത്താവ് ദിവസം ഞായറാഴ്ച അതിരാവിലെ അങ്ങയുടെ മൂർത്താവിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത സഞ്ചാരം ആരംഭിക്കുന്നത്. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടവും അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു സമയം കുറിച്ച ദിവസവുമാണ്. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ്. കൃപാസ വാഴ്ത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ജനകോടികൾ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ കാലഘട്ടത്തിലെ
യേശുവിനെ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ശിരസ് കുനിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാർന്ന് വലതുകര സ്പർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വൈതാഘാതം പോലെ ദൈവികമായ ശക്തി അവരുടെ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. അവരുടെ മനസ്സിലെ, അവരുടെ ആത്മാവിലെ, അവരുടെ ശരീരത്തിലെ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ, ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ അടിയന്തരങ്ങൾ, പല പല അടിയന്തരങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈശോയെ. അടിയന്തര ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിലേക്ക് പോകാൻ യാത്ര തിരിക്കുന്നവരുണ്ട്. കുർബാനയും കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഈശോ ചില ബിസിനസ് ട്രീറ്റുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. കർത്താവിൻ്റെ ദിവസമാണെങ്കിൽ പോലും ചിലത് മാറ്റിവെക്കാൻ പറ്റാത്ത ചില ഏടാകൂടങ്ങളിൽ ചെന്ന് അങ്ങയുടെ മക്കൾ ചാടിയിട്ടുണ്ട്. അവിടെ എല്ലാം കർത്താവ് കുർബാന പോലും കൂടാതെ ആൾക്കാർ ഇടിച്ചു തല്ലി പോണവരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം മനഃശാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ ദിവസം കർത്താവിന് കൊടുക്കാനുള്ളത് കർത്താവിനും സീസണിന് കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എവിടെയെല്ലാം ഞങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കണത് അതെല്ലാം തിരുത്തപ്പെടുവാനും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനും ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം കർത്താവ് മറ്റു കാര്യങ്ങൾ ആകാനുള്ള ദൈവികമായ വിവേചന ശക്തി അവരുടെ മക്കൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളുടെ ഏടാകൂടങ്ങളിലെ ബന്ധങ്ങളിൽ ചാടിയവരുണ്ട്. മക്കളുടെ ഈ ഡിപ്രഷൻസുള്ള അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ, അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അവർ ചെന്ന് ചാടിയിരിക്കുന്ന ചതിക്കുഴികൾ, അവരുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ, ഇതുമൂലം അതിൻ്റെ ആവിയും പുകയും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവ് പരസ്പരം പഴിചാരി ഹൃദയത്തിൽ ഭാരം കൂട്ടുന്നവരുണ്ട്. അവരെ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കുന്നു. മാതാവിൻ്റെ മധ്യം സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ നീന്തിയിട്ട് കർത്താവ് കരകയറാതെ കൈയും കാര്യം തളരുന്നവരെ കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് അവരെ എല്ലാം അമ്മേ ദൈവമേ നീ തന്നെ പൊക്കിയെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവുകൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവരെ അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് കുഞ്ഞുമക്കളെ പോറ്റുന്നവരുണ്ട്. കുഞ്ഞുമക്കളുടെ രോഗങ്ങളായിട്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. കുഞ്ഞുമക്കളുടെ രോഗങ്ങൾക്ക് കർത്താവ് രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത പേരിൽ മാതാപിതാക്കന്മാർ വേദനിക്കുന്നവരുണ്ട്. കർത്താവ് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് ആശുപത്രിക്ക് പോകണം, ഏത് ഡോക്ടറിനെ കാണണം, എന്ത് മരുന്ന് കഴിക്കണം, എല്ലാ വിഷയത്തിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. അവിടെ എല്ലാം കർത്താവ് നിൻ്റെ ചൈതന്യം, നിൻ്റെ ശക്തി, നിൻ്റെ ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ജീവിത പ്രാരാബ്ദങ്ങളിലും ജീവിത ഭാരങ്ങളിലും സഹായമില്ലാതെ വിഷമിക്കുന്നവരെ, സന്ധിപ്പില്ലാതെ വിഷമിക്കുന്നവർ കർത്താവെ, അവർ തന്നെ കർത്താവ് ആശ്രയം വെച്ചിരിക്കുന്നവർ അവർ ചതിക്കപ്പെടുകയും അതേസമയം തന്നെ കർത്താവെ അവർ ഒരു ഗൗരവവും പരോടവുമില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന മക്കളെ ഇന്ന് നീ സംരക്ഷിക്കണം, ഇന്ന് നീ ഏറ്റെടുക്കണം. കർത്താവിൻ്റെ കാരണം അവിടേക്ക് ആവശ്യിക്കുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവരെ വിടുവിക്കുകയും ചെയ്യേണ്ട വിടുതലിൻ്റെ അനുഭവങ്ങൾ അവർക്ക് ഓരോ ദിവസവും അനുഭവപ്പെടാൻ ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വസ്വരെ നയിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം 65 അധ്യായം 8 വാക്യമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, മുന്തിരിക്കുലയിൽ വീഞ്ഞ് കാണുമ്പോൾ അത് നശിപ്പിക്കരുത്, അതിൽ ഒരു വരം ഉണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും. അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും ഞാൻ ഇത്രയും വചനങ്ങളൊക്കെ വായിച്ചെങ്കിലും ഈ ഐസയ 65:8 പെട്ടെന്ന് എൻ്റെ മനസ്സിന് ക്ലിക്കായത് എന്താണെന്ന് അറിയാമോ? ഓരോ മുന്തിരിയിലും ഓരോ വരമുണ്ടെന്നാണ്. അപ്പം നമ്മൾ ക്രോധത്തിന് മുന്തിരിപ്പഴങ്ങളെന്നൊക്കെ പറഞ്ഞ സാഹിത്യത്തിൽ നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ബൈബിളിലെ ഒരു ഫ്രേസാണത്. പക്ഷെ അതേസമയം മുന്തിരി ഈ നന്മയുടെയും അതുപോലെ സമൃദ്ധിയുടെയും അബൻഡൻസിൻ്റെയും പാത്രപ്രതീകമല്ല. വിഷലിപ്തമായ എല്ലാ ജീവിത അനുഭവങ്ങൾക്കും മുന്തിരി തന്നെയാണ് ഫലം. മുന്തിരിയാണ് ഒരു പ്രതീകമാക്കി വെക്കുന്നത്. മുന്തിരി ദുഃഖത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന നെഗറ്റീവ് ഫീലിങ്സിൻ്റെ ഒക്കെ ഒരു പ്രതീകം കൂടിയാണ് മുന്തിരി. അതറിയണമെങ്കിൽ നമ്മൾ നിയമാവർത്തന പുസ്തകം 32 വായിച്ചേ.
അവരുടെ മുന്തിരി സോദോമിലെയും ഗൊമോറയിലെയും വയലുകളിൽ വളരുന്നു. അതിന്റെ പഴങ്ങൾ വിഷമയമാണ്. കുലകൾ തിക്തവും. അവരുടെ വീഞ്ഞ് കരാള സർപ്പത്തിന്റെ വിഷമാണ്. അതായത് ചില അനുഭവങ്ങള് വ്യക്തികളിൽ നിന്ന് നമ്മൾക്ക് വിഷമയമായ അനുഭവങ്ങൾ കിട്ടും. കാര്യം വിഷം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു ഫെയിൻറ്റിങ് ഉണ്ടാകും, ചിലപ്പോൾ മരിച്ചു പോകും. അതുപോലെ ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ, ചില ആൾക്കാരുടെ ചെയ്തികൾ, പാരവെപ്പുകൾ, സൂചിവെപ്പുകൾ, പലതരത്തിൽ ചതിപ്രയോഗങ്ങൾ നമ്മളെ കൊണ്ട് ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് അതങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോസിറ്റീവോട് പറയും. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രതിയാകും. അങ്ങനത്തെ വിഷം പുരട്ടിയ ഒത്തിരി അനുഭവങ്ങളുണ്ടാകും. അപ്പം നമ്മളോർക്കും നമ്മൾക്കെന്തോ കാലക്കേടാണ്, സമയദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ പാപി ചെല്ലുന്നിടമെല്ലാം പാതാളമാണല്ലോ, നമുക്ക് തന്നെ വരുന്നവരും പോണവരും എല്ലാം ഇതുപോലെ നമുക്ക് പണിയും ഭാര്യമായിട്ട് മാറുകയാണല്ലോ, എന്തൊരു ജീവിതം എന്നൊക്കെ തോന്നുന്നു. പക്ഷേ എൻ്റെ മക്കളെ, നിങ്ങൾ ഇങ്ങനെയാണ് പോകണമെന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം ഞാൻ തമ്മിൽ യോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ എന്താണ് വിഷലിപ്തമായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിലും അത് നീ ശപിച്ച് തള്ളരുത്. എന്താ കാര്യം? അത് ഒരു മുന്തിയിലൊരു വരമുണ്ടെന്നാണ് പറഞ്ഞത്. അത് നിന്നെ ക്ഷമ പഠിപ്പിക്കാൻ, നിന്നെ ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത. കർത്താവ് എന്താ പറയണത്? നിങ്ങളെ ദ്രോഹിക്കുന്നവരെ നിങ്ങൾ ആശീർവദിക്കുക മാത്രമേ ചെയ്യാവൂ. എന്താ കാര്യം? നീ ആശ്രയിക്കുന്നത് നിന്നെ ഒരിക്കലും അവരുടെ വർത്തമാനങ്ങൾ കൊണ്ടോ അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ നിന്നെ ചതിക്കാൻ പറ്റത്തില്ല. കാര്യം നീ വിശ്വസിക്കുന്ന ആരിലാണ്? മരിച്ചുയർന്നേറ്റ നിന്റെ കർത്താവിലാണ് വിശ്വസിക്കുന്നത്. അപ്പോഴേ എത്ര തിക്താനുഭവങ്ങളായാലും ശരി, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അത് നന്മയുടെ അനുഭവങ്ങളാക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് എൻ്റെ വിഷയം. അതാണ് മുന്തിരിലൊരു വരവുണ്ടെന്ന് പറയണത്. വിഷലിപ്തമായ അനുഭവങ്ങളാക്കി നമുക്ക് കിട്ടണത്. എനിക്കങ്ങനെ കുറേ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവരും അതുപോലെ തന്നെ നമ്മളെ വെറുക്കുന്നവരുണ്ട്. കാരണം ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ഒരു പറ്റം ആൾക്കാർ നമ്മൾ വെറുക്കും. അത് നേരം ദൈവത്തിൻ്റെ ജോലിയെ തകർത്ത് കളയാൻ വേണ്ടി കിംവദന്തികളും പലതരത്തിലുള്ള ചതികളും നമ്മളെ സഭയുടെ സ്ഥാപനങ്ങൾ, സഭയുടെ വക്താക്കളെ തന്നെ എടുത്തുകൊണ്ട് നമുക്കെതിരെ തിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കർത്താവ് പറയുന്നത് എന്താണ്? നിനക്ക് പ്രത്യാശ ഉണ്ടാകണം. കാര്യം അതെന്താണ്? അതിനെയൊക്കെ വിഷത്തെ വരമാക്കാൻ കർത്താവിന് കഴിയും. അതാണ് അതിൻ്റെ സബ്ജക്റ്റ്. എല്ലാ വിഷയത്തെയും വരമാക്കാൻ കർത്താവിന് കഴിയും. അപ്പം നീ വിഷത്തിലല്ല വിശ്വസിക്കേണ്ടത്. അതിലൂടെ നിനക്ക് ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ നിൻ്റെ കർത്താവിന് നാമത്തിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് അവരെ സ്നേഹിച്ച്, അവരെ സന്ധിച്ച്, അവരെ ആശീർവദിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ളതാണ് അത് വരമാക്കി മാറ്റാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു വിഷമത്തിന് നീ നിരാശപ്പെടരുത്. മറിച്ച് എൻ്റെ കർത്താവ് അതിലൂടെ ഒരു വരം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം നീ അതിനെ സമീപിക്കാൻ. അതുകൊണ്ട് നിരാശരാകരുത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽപ്പെട്ട് വിഷമിക്കുന്നവർ സങ്കടപ്പെടുകയോ വെറുപ്പ് കാണിക്കുകയോ അവരെ അവോയ്ഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ലെറ്റ് ദെയർ ബി. കർത്താവ് പറഞ്ഞല്ലേ, അത് കൊയ്ത്തുകാലം വരെ അതവിടെ നിൽക്കട്ടെ എന്നല്ല ഈശോ പറഞ്ഞത്. അല്ല കളകൾ പറിച്ച് കളയാനാണ് പറഞ്ഞത്. കളകൾ അതിൻ്റെ ടൈം ആകുമ്പോൾ കർത്താവ് തന്നെ പറിച്ച് മാറ്റിക്കൊള്ളും നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നല്ല ഈശോ പറഞ്ഞത്. അത് നീ തന്നെ പറിച്ച് കളയാൻ ചെന്നൊരു അവസാനം പ്രതിയാകേണ്ട കാര്യമില്ല. എൻ്റെ ടൈം ആകുമ്പോൾ അതിനെ അനുഭവിച്ചിരിക്കുന്ന ടൈം വരെ അത് അവിടെ നിൽക്കും. പക്ഷെ അത് കഴിയുമ്പോൾ കർത്താവ് തന്നെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് കള പറിച്ച് കളഞ്ഞോളൂ. അപ്പം കർത്താവ് കള പറിക്കുന്ന കാലമായി നോക്കി പാർത്തുകൊണ്ടിരുന്നാൽ മതി. അതിനൊക്കെ അനുഗ്രഹമാക്കി കർത്താവ് മാറ്റുകയും ചെയ്യും. അപ്പോഴും നിൻ്റെ വചനം, കർത്താവിൻ്റെ വചനത്തിലെ വേരൂന്നിക്കൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി, സ്നേഹത്തിൻ്റെ സാക്ഷിയായി നിലനിന്നുകൊണ്ട് അതിനെ വിഷത്തെ വരമാക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.